ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിങ്ങിൽ ഇന്റർവ്യൂ സെക്ഷനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കമ്പനിയായിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും. അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സിന്റെയും എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം കമ്പനി നമുക്കൊരു സമയവും ഡേറ്റ് ഒക്കെ പറയും. നമുക്ക് ഇന്റർവ്യൂ എപ്പോഴാണ്, അതുപോലെ ഓരോരുത്തർക്ക് ഓരോ ടൈം ആയിരിക്കും. നമ്മൾ ഗ്രൂപ്പ് ആയിട്ടൊക്കെയാണ് ഇന്റർവ്യൂവിന് ആപ്ലിക്കേഷൻ ചെയ്തെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ ഇപ്പോൾ ഇന്റർവ്യൂ ഉണ്ടാവും. അത് പല പല ടൈമിലായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ 6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടിയും ഒരു ദിവസമായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായത്. ഓരോ ടൈം, അതായത് ഒരേ കമ്പനിയിൽ തന്നെ ആയതുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ ടൈം വ്യത്യാസത്തിലാണ് ഇന്റർവ്യൂ നടന്നത്. ഇന്റർവ്യൂ മൊത്തം ഓൺലൈനിലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ടൈമിന് മുന്നേ തന്നെ നമ്മൾ കയറണം. ജർമ്മൻസ് ഭയങ്കര പങ്ക്ച്വൽ ആയതുകൊണ്ട് നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ലോഗിൻ ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ കമ്പനിയുടെ ഒരു 2-3 പേരുണ്ടാവും. അതായത് കമ്പനി ഇരിക്കുന്നവരുണ്ടാവും, അല്ലാതെ ഫോൺ കോളിലായിട്ട് 2 പേരുണ്ടായിരുന്നു. അവരാദ്യം എങ്ങനെയുണ്ട്, പേര് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം ആദ്യം തന്നെ ചോദിച്ചത് എന്തുകൊണ്ടാണ് മെക്കട്രോണിക്സ് അവിടെ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു. നമ്മൾ അതിനനുസരിച്ചൊരു ഉത്തരം പറയണം. അതായത് നിങ്ങളിപ്പോൾ ഈ ഫീൽഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതായത് ഞാൻ നേരത്തെ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഓൾറെഡി ഇന്ത്യയിൽ മെക്കാനിക്കൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫർദറായിട്ടുള്ള പഠിക്കാനും കാര്യങ്ങൾക്കാണ് ഞാൻ മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ഇന്ത്യയിൽ പഠിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് ജർമ്മനിയിൽ മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് എടുത്തെന്ന് ചോദിച്ചു. ഞാൻ ഇന്ത്യയിൽ കുറച്ചുകൂടി തിയററ്റിക്കലാണ്. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ നോളജ് കിട്ടും. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ആൻസർ ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ ഏത് കമ്പനിക്കാണോ നമുക്ക് ഇന്റർവ്യൂ കിട്ടിയെന്ന് വെച്ചാൽ ആ കമ്പനീനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ വേണം. അതായത് കമ്പനിയിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്, ഇത് എന്ത് ബേസിൽ കമ്പനിയാണ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ ഇത് എവിടെയൊക്കെ ഉണ്ട്, ജർമ്മനിയിൽ വേൾഡ് ആണോ ജർമ്മനി മാത്രമാണോ ഉള്ളൂ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കമ്പനീനെ പറ്റി ഏകദേശം ഒരു ധാരണയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അവർ നമ്മൾ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് ജസ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യും. നമുക്കപ്പോൾ അതിൽ നിന്ന് കമ്പനീനെ പറ്റി അറിയാമെന്നുള്ള ഇതാകുമ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയുടെ കൾച്ചറും കാര്യങ്ങളാണ്. ഇപ്പോൾ ജർമ്മനിനെ പറ്റി ചെറിയൊരു ധാരണയാണ്. അതായത് ഇവിടുത്തെ കൾച്ചർ, ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ്, ഇവിടുത്തെ ഒക്ടോബർ ഫെസ്റ്റ്, അങ്ങനെയുള്ള ഫെസ്റ്റും കാര്യങ്ങളും, അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റണം. എൻ്റെ അടുത്ത് ചോദിച്ചത് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതാകുമ്പോൾ ജർമ്മനിയിൽ നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട് മിസ് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ മറുപടി കാണും. അതായത് നാട് മിസ് ചെയ്യെങ്കിലും എനിക്കിപ്പോൾ ലീവും കാര്യങ്ങളും ഉണ്ടാവും, അപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോയിട്ട് വരാൻ പറ്റും, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ആൻസർ ചെയ്തത്. വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. അതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് എനിക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. അതുപോലെ തന്നെ കുറേ നോളജും പ്രാക്ടിക്കൽ നോളജും എനിക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പിന്നീടുള്ള കരിയറിനെ എനിക്ക് ഇതൊക്കെ എൻഹാൻസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ റിപ്ലൈ എടുത്തു. ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ അവർ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അതായത് നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ചോദിക്കാം. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരാളോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മെക്കാനിക്കൽ പഠിച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാട്ടിൽ ചെയ്ത പ്രൊജക്റ്റ് എന്തായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, അങ്ങനെ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് ടഫായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ എക്സാം പോലെ, അതായത് ഓൺലൈൻ ക്വിസ് പോലത്തെ ഒരു ലിങ്ക് അവരിട്ട് കൊടുത്തു, അത് ചെയ്യാൻ പറഞ്ഞു. അത് കുറച്ച് ടഫായിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അത് അങ്ങനെ കമ്പനികളിൽ ചോദിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാനും നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യാനും അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ എന്ത് കമ്പനിയിലോട്ടാണ് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നമ്മുടെ നോളജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കമ്പനി, ഇപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും ആ കമ്പനിയുടെ പ്രോസസ്സ് എന്തായാലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റർവ്യൂ ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടഫില്ല, പക്ഷെ കമ്പനി അനുസരിച്ചിരിക്കും. കമ്പനി ഡിപ്പെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസും മാറാം, അതുപോലെ ടഫ്നെസ് മാറാം. അത്യാവശ്യം അവർക്കിപ്പോൾ ആളെ കുറെ ആവശ്യമുള്ള കമ്പനിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻസും വലുതായിട്ട് സീൻ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് വലിയ പേരിട്ട കമ്പനിയാണ്, അവർക്ക് കുറച്ച് ആളെ ആവശ്യമുള്ളതെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തെടുക്കുമ്പോൾ അവർ അത്യാവശ്യം കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അതുപോലെ ചെറിയ എക്സാം പോലെയൊക്കെ നടത്തും, ഓൺലൈൻ ക്വിസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഇപ്പം പ്ലസന്റ് ആയിട്ടിരിക്കണം. നമ്മൾ ഓവറായിട്ട് ടെൻഷനായിട്ടോ അങ്ങനെ വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും പാടില്ല. നല്ല നെറ്റും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ഇന്റർവ്യൂവിന് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തൊന്നും വെച്ച് ഇന്റർവ്യൂവിന് കയറാണ്ടിരിക്കുക. അതായത്
അത്യാവശ്യം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് നെർവസ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് അറിയില്ല എന്ന് വെച്ച് നമുക്കിപ്പോൾ ഉത്തരം അറിയില്ലെങ്കിലും ലാംഗ്വേജ് ഉണ്ടെന്നുള്ളത് അവരെ അറിയിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്റർവ്യൂ പാസ്സാകാൻ പറ്റും. ഞാൻ വന്ന ടൈമിൽ ഞങ്ങൾ 5-6 പേരുടെ അടുത്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചത്. അതായത് കമ്പനിയെ പറ്റി, വീട്ടിലെ കാര്യങ്ങൾ, അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്, പിന്നെ ജർമ്മനിനെ പറ്റി നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള അതിനെ പറ്റിയൊക്കെ പല പല ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിങ്ങിന്റെ ഇന്റർവ്യൂവിനെ പറ്റി. അപ്പോൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണ എല്ലാവരും ലാംഗ്വേജ് അത്യാവശ്യം ഇമ്പ്രൂവ് ആക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുക. ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.